ഹായ് എവരിവൺ. നമുക്ക് ജസ്റ്റ് ലൈഫിലൊരു കാര്യത്തെ പറ്റി ഇങ്ങനെ സംസാരിച്ചിരിക്കാം. അപ്പോൾ ലൈഫ് ഇടയ്ക്കിടയ്ക്ക് ബോറിംഗ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ വൺ ഓഫ് ദ റീസൺ മേ ബി ലൈഫ് മോസ്റ്റ്ലി നമ്മൾ ഭയങ്കര പ്ലാൻഡ് ആയിട്ടായിരിക്കും കൊണ്ടുപോകുന്നത്. ഇപ്പം ഒരു ജോബ് ആണെങ്കിൽ ചിലപ്പോൾ 9 to 5 ഡെയിലി വർക്ക്, അത് കഴിഞ്ഞിട്ട് എന്തൊക്കെ ചെയ്യണം, പിറ്റേ ദിവസത്തേക്കുള്ള പ്രിപ്പറേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇനിയിപ്പോൾ ഈവൻ നമുക്കൊരു സൺഡേ ലീവ് വന്നാൽ പോലും ആ സൺഡേ എന്താ ചെയ്യേണ്ടത്, ലൈക്ക് ഇപ്പോൾ ഷോപ്പിംഗ്, ഇത്ര സമയം മുതൽ ഇത്ര സമയം വരെ ഷോപ്പിങ്, അത് കഴിഞ്ഞാൽ ഔട്ടിങ്, അങ്ങനെ എന്നിട്ട് എത്ര മണിക്ക് കിടക്കണം, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പ്ലാൻഡ് ആണ്. നമ്മൾ സ്കെഡ്യൂൾഡ് ആയിട്ടുള്ളൊരു ലൈഫാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലേ? അത് വേണം, അത് വേണ്ടത് തന്നെയാണ്. പക്ഷേ ഇത് മാത്രമായിപ്പോയി കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് ലൈഫ് ഭയങ്കര ബോറിംഗ് ആയിട്ട് തോന്നും, ഉറപ്പാണ്. അപ്പോൾ ആ ബോറിംഗ് ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഇടയ്ക്കൊക്കെ നമുക്ക് ഒരു ദിവസം അറ്റ്ലീസ്റ്റ് മന്ത്ലി, പറ്റുകയാണെങ്കിൽ വീക്ക്ലി വൺസ് അല്ലെങ്കിൽ മന്ത്ലി വൺസ് ഒക്കെ കുറച്ച് സമയം അല്ലെങ്കിൽ ഒരു ദിവസം കൊടുക്കാൻ പറ്റുന്നെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് അങ്ങനെ പ്ലാനൊന്നും ഇല്ലാതെ ഒന്നുകിൽ ഒരു യാത്ര പോവുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യുകയോ ചെയ്താൽ നമ്മൾ ആ ഒരു ഇന്നർ ഗൈഡൻസ് നമുക്ക് മനസ്സിലാവും. നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ഒരു ഇന്നർ ഗൈഡൻസ് നമുക്ക് മനസ്സിലാവുകയും നമുക്കൊരു ഫ്രീഡം ഫീൽ ചെയ്യുകയും നമുക്ക് ആ ഒരു മടുപ്പ് തോന്നുകയുമില്ല. ആ ഒരു സ്കെഡ്യൂൾഡ് ആയിട്ടുള്ളൊരു ലൈഫിനെ ബാലൻസ് ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ ഒരു ദിവസം സെലക്ട് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് തൃശ്ശൂർ വരെ ഒരു യാത്ര പോകാൻ തീരുമാനിച്ചു. ചുമ്മാ ഒന്നുമില്ല, ആ യാത്ര എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട്. എത്ര മണിക്ക് തൃശ്ശൂർ എത്തണം എന്നോ, എവിടുന്ന് ഫുഡ് കഴിക്കണം എന്നോ, തൃശ്ശൂർ എത്തിയിട്ട് എന്താ ഞാൻ ചെയ്യേണ്ടതെന്നോ ഈ വക പ്ലാനൊന്നും ഇല്ലാതെ ഞാനൊരു യാത്രയ്ക്ക് പോവുകയാണെങ്കിൽ എനിക്ക് പോകുന്ന വഴിക്ക് ഇങ്ങനെ തോന്നുകയാണ്, കുറച്ച് നേരം എന്താ ഇവിടെ ഒന്ന് ഇറങ്ങി നിൽക്കാം, ഈ പോകുന്ന വഴിക്ക് കണ്ട ഈ സാധനം ഒന്ന് ഇറങ്ങി നോക്കാം. മറ്റേത് നമുക്ക് ചിലപ്പോൾ നമ്മളൊരു കല്യാണ ഫംഗ്ഷന് വേണ്ടിയിട്ടായിരിക്കും പോകുന്നത്, അല്ലെങ്കിൽ മറ്റെന്തിനെങ്കിലും പോവുകയാണെങ്കിൽ നമ്മളൊരു ടൈം ഫിക്സ് ചെയ്തിട്ട് പോവുകയാണെങ്കിൽ പലപ്പോഴും നമുക്ക് ഇടയ്ക്ക് തോന്നുന്ന കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ ഇന്ന സമയത്ത് അവിടെ എത്തണം എന്നുള്ളത് ഡെസ്റ്റിൻഡ് ആണ്, അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് തോന്നുന്ന കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ ഒരു സ്പേസ് നമ്മൾ ഇടയ്ക്കൊക്കെ നമുക്കൊന്ന് കൊടുക്കേണ്ടതുണ്ട്. യാത്ര തന്നെ വേണമെന്നൊന്നുമില്ല, ആ ഒരു ഇന്നർ വോയിസിന് നമ്മളൊന്ന് കേട്ട് നോക്കണം. അപ്പോൾ എനിക്ക് വഴിയിൽ എന്തെങ്കിലുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒന്ന് ഇറങ്ങി നോക്കാൻ തോന്നിക്കഴിഞ്ഞാൽ ഓക്കെ. ഇനിയിപ്പം നമ്മൾ വഴിയിലെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഇനി തൃശ്ശൂർ വരെ പോയില്ലെങ്കിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. കാരണം എനിക്ക് അങ്ങനെ ഒരു തൃശ്ശൂർ എന്ന ജസ്റ്റ് ഒരു ഡെസ്റ്റിനേഷൻ വെച്ചതാണ്, അവിടെ എത്തിയില്ലെങ്കിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന രീതിയിൽ പ്രത്യേകിച്ച് പ്ലാനൊന്നും ഇല്ലാതെ ഒരു ദിവസം ഒന്ന് സ്പെൻഡ് ചെയ്യുന്നത് നന്നായിരിക്കും. ഈ പറഞ്ഞ പോലെ യാത്ര തന്നെ വേണമെന്നൊന്നുമില്ല, മറ്റെന്ത് കാര്യം ആയിക്കോട്ടെ, നിങ്ങൾ പ്രത്യേകിച്ച് ഒരു പ്ലാനും ഇല്ലാതെ ഇന്നത് ചെയ്യാമെന്ന് ഉള്ളിൽ നിന്ന് തോന്നുമ്പോൾ, അല്ലെങ്കിൽ പുറത്തുനിന്നൊരു സജഷൻ വരുമ്പോഴായിക്കോട്ടെ, വാട്ടെവർ, നിങ്ങൾ ഫ്രീ ആക്കി വിടുക. ഒന്നും തീരുമാനിക്കാതെ ജസ്റ്റ് ഫ്രീ. അപ്പോഴാണ് നമ്മുടെ ആ ഒരു ഇന്നർ ഗൈഡൻസിന് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നതും, അല്ലെങ്കിൽ നമ്മുടെ ക്രിയേറ്റർ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നതും. നമുക്ക് പ്രത്യേകിച്ച് പ്ലാനൊന്നും ഇല്ലെങ്കിലും നമുക്ക് വേണ്ടി പ്ലാൻ സെറ്റ് ചെയ്ത് തരുന്ന ഒരു ക്രിയേറ്റർ നമുക്കുണ്ട്. അപ്പോൾ അതും നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നത് ആ വഴിക്ക് മാത്രമാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഫീൽ ചെയ്ത് ഈ ലൈഫിൻ്റെ ബ്യൂട്ടി ഒന്ന് അറിയുമ്പോൾ മാത്രമാണ് നമുക്ക് ലൈഫിനോട് ഇഷ്ടം തോന്നുന്നതല്ലേ. ആ ഒരു ബോറിങ് ഒരു ഫേസിനെ നമുക്ക് ബാലൻസ് ചെയ്യാനായിട്ട് ഇത് വളരെ അത്യാവശ്യമാണ്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെയൊക്കെ ലൈഫിൽ പല മാറ്റങ്ങളും കൊണ്ടുവന്നൊരു ഫേസായിരുന്നു കോവിഡ് എന്ന് പറയുന്നൊരു ഫേസ്, അല്ലേ? ആക്ച്വലി ഈ ഒരു പെർസ്പെക്റ്റീവിൽ ചിന്തിക്കുകയാണെങ്കിൽ കോവിഡിലും സംഭവിച്ചത് ഈ ഒരു സംഭവം, അല്ലേ? ഇത് അവിടെ സംഭവിച്ചിട്ടുണ്ട്. കോവിഡ് വന്നപ്പോൾ നമുക്ക് ഒന്നും പ്ലാൻ ചെയ്യാൻ പറ്റില്ല, കാരണം നമ്മൾ പ്ലാൻ ചെയ്തിട്ട് കാര്യമില്ല. അങ്ങനെ കുറേ നാൾ നമ്മൾ പ്രത്യേകിച്ച് പ്ലാനൊന്നും ഇല്ലാതെ ഒരു ലൈഫ് ജീവിച്ചു, അല്ലേ? അപ്പോഴാണ് അതിൻ്റെ ഒരു ബ്യൂട്ടി, അതിലും ഒരു ബ്യൂട്ടി ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാവുന്നതും. പല കാര്യങ്ങളും പല ബിലീഫുകളും നമുക്ക് മാറി മറിഞ്ഞ ഒരു കാലഘട്ടമായിരുന്നു അത്, അല്ലേ? അപ്പോൾ നമുക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന പല കാര്യങ്ങളും ഉണ്ടായിരിക്കും. യാത്ര പോകാൻ ഇഷ്ടപ്പെടുന്നവർ അങ്ങനെ ഒരു യാത്ര പോവുക, അതല്ലെങ്കിൽ ചിലർക്ക് ക്ലീൻ ചെയ്യലായിരിക്കും ഇഷ്ടം. അപ്പോൾ അവർ പ്രത്യേകിച്ച് സമയമൊന്നും സെറ്റ് ചെയ്യാതെ അങ്ങ് എൻജോയ് ചെയ്ത് ക്ലീൻ ചെയ്യുക, പ്ലാനൊന്നും സെറ്റ് ചെയ്യാതെ. ചിലർക്ക് ഷോപ്പ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഇപ്പം സൂപ്പർ മാർക്കറ്റിലേക്ക് പോയി എന്തൊക്കെ ഐറ്റംസ് ഉണ്ട്, അതൊക്കെ ഓരോരുത്തർക്കും ഓരോ തരം ഇഷ്ടങ്ങളാണല്ലേ. വിയേർഡായിട്ട് തോന്നുന്ന പല പല ഇഷ്ടങ്ങളായിരിക്കും. പക്ഷേ അതവർ ഭയങ്കര എൻജോയ് ചെയ്ത് ചെയ്യുന്ന കാര്യമാണെങ്കിൽ അത് ചെയ്യുക, നിങ്ങൾ അത്രയേ ഉള്ളൂ. അത് മറ്റുള്ളവരെന്ത് വിചാരിക്കും, ഈ തരത്തിലുള്ള തോട്ട്സ് ഒന്നും ഇല്ലാതെ നമ്മൾ അറിഞ്ഞുകൊണ്ട് നമ്മുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സ്പേസ് കൊടുക്കുമ്പോൾ മാത്രമല്ല നമുക്ക് നമ്മുടെ ലൈഫ് ഇഷ്ടപ്പെടാൻ പറ്റുള്ളൂ. അല്ലാതെ ഒരു മെഷീൻ പോലെ ഓടുകയാണെങ്കിൽ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾക്കും മറ്റുള്ളവരെന്ത് കരുതും എന്ന് കരുതി ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ നമ്മുടെ ലൈഫിനോട് ഇഷ്ടം തോന്നാനാണ്, അല്ലേ? നമ്മുടെ ലൈഫ് ജീവിച്ചാലേ നമുക്ക് നമ്മുടെ ലൈഫിനോട് ഇഷ്ടം തോന്നുള്ളൂ. സോ അങ്ങനെ ഒരു കുറച്ച് സമയമെങ്കിലും നിങ്ങളൊന്ന് മാറ്റി നോക്കുകയാണെങ്കിൽ കുറച്ചൊക്കെ നമുക്ക് ലൈഫിനെ ഇഷ്ടപ്പെട്ടു തുടങ്ങും.
ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. എന്നാൽ പോലും നമുക്ക് ചിലപ്പോൾ ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടാവും. സോ ദിസ് വീഡിയോ ഈസ് ജസ്റ്റ് എ റിമൈൻഡർ. ഈ വീക്കിൽ പറ്റുകയാണെങ്കിൽ നിങ്ങൾ അങ്ങനത്തെ ഒരു ഹാഫ് ഡേ നിങ്ങൾക്ക് കൊടുക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് മാറ്റങ്ങൾ സംഭവിച്ചത്, അല്ലെങ്കിൽ അതുകൊണ്ട് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടായോ, പ്ലീസ് ഷെയർ. ഓക്കെ, ഇറ്റ്സ് നോട്ട് ഫോർ മീ, ഇറ്റ്സ് ഫോർ യു. ഓക്കെ, എവറിത്തിങ് യു ഡു ഇസ് ഫോർ യു. അപ്പോൾ ബൈ, ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു സോ മച്ച്.